ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2024 സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് മുൻപത്തെ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് കരിയർ കോച്ചാണ് ലെയ AI. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് കരിയർ കോച്ചാണ് ലെയ AI. അടുത്തിടെ സമൂഹ മാധ്യമമായ എക്സിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ബ്രസീലാണ്. അടുത്തിടെ സമൂഹ മാധ്യമമായ എക്സിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ബ്രസീലാണ്. സെപ്റ്റംബറിൽ അന്തരിച്ച നാടകകൃത്തും നോവലിസ്റ്റും സാമൂഹിക പ്രവർത്തകനുമായ വ്യക്തിയാണ് കനവ് ബേബി. സെപ്റ്റംബറിൽ അന്തരിച്ച നാടകകൃത്തും നോവലിസ്റ്റും സാമൂഹിക പ്രവർത്തകനുമായ വ്യക്തിയാണ് കനവ് ബേബി. കനവ് ബേബിയുടെ യഥാർത്ഥ പേര് KJ ബേബി എന്നാണ്. കനവ് ബേബിയുടെ യഥാർത്ഥ നാമം KJ ബേബി എന്നാണ്. അദ്ദേഹത്തിന്റെ നാടകമാണ് നാടുഗദ്ദിക. കനവ് ബേബിയുടെ നാടകമാണ് നാടുഗദ്ദിക. അദ്ദേഹത്തിന്റെ നോവലാണ് മാവേലി മന്റം. സെപ്റ്റംബറിൽ അന്തരിച്ച നാടകകൃത്തും നോവലിസ്റ്റും സാമൂഹിക പ്രവർത്തകനുമായ വ്യക്തിയാണ് കനവ് ബേബി. ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത് തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. പാരാലിമ്പിക്സിന്റെ ഒരു പതിപ്പിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമാണ് പ്രീതി പാൽ. പാരാലിമ്പിക്സിന്റെ ഒരു പതിപ്പിൽ തന്നെ 2 മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമാണ് പ്രീതി പാൽ. പാരാലിമ്പിക്സിൽ ആദ്യമായി ട്രാക്ക് ഇനത്തിൽ മെഡൽ നേടിയ വനിതാ താരമാണ് പ്രീതി പാൽ. പാരാലിമ്പിക്സിൽ ആദ്യമായി ട്രാക്ക് ഇനത്തിൽ മെഡൽ നേടിയ വനിതാ താരമാണ് പ്രീതി പാൽ. 2024 പാരാലിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് പ്രീതി പാൽ. പാരാലിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് പ്രീതി പാൽ. പാരാലിമ്പിക്സിന്റെ ഒരു പതിപ്പിൽ 2 മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമാണ് പ്രീതി പാൽ. പാരാലിമ്പിക്സിൽ ആദ്യമായി ട്രാക്ക് ഇനത്തിൽ മെഡൽ നേടിയ വനിതാ താരമാണ് പ്രീതി പാൽ. പാരാലിമ്പിക്സിൽ പുരുഷ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് നിഷാദ് കുമാർ. പാരാലിമ്പിക്സിൽ പുരുഷ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് നിഷാദ് കുമാർ. 2024 പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം റുബീന ഫ്രാൻസിസ് ആണ്. 2024 നടന്ന പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം റുബീന ഫ്രാൻസിസ് ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാനായി ചുമതലയേറ്റത് വി സതീഷ് കുമാർ ആണ്. 2024 സെപ്റ്റംബറിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാനായി ചുമതലയേറ്റത് വി സതീഷ് കുമാർ ആണ്. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ 2024 ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. 2024 നടന്ന ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഫൈനലിൽ പരാജയപ്പെടുത്തിയത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെയാണ്. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ 2024 ജേതാക്കൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. റണ്ണറപ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റുമാണ്. അടുത്തിടെ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് അസ്ന. അടുത്തിടെ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് അസ്ന. അസ്ന എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് പാകിസ്ഥാനാണ്. അടുത്തിടെ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് അസ്ന. ചുഴലിക്കാറ്റിന് അസ്ന എന്ന പേര് നൽകിയത് പാകിസ്ഥാനുമാണ്.
യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടൺ ഇന്ത്യയിൽ എവിടെയാണ് ക്യാമ്പസ് ആരംഭിക്കുന്നത്? ഗുരുഗ്രാമിലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടൺ ഇന്ത്യയിൽ എവിടെയാണ് ക്യാമ്പസ് ആരംഭിക്കുന്നത്? ഗുരുഗ്രാമിലാണ്. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയാനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് ഫിംസ് ആപ്പ്. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയാനായി തയ്യാറാക്കിയ ആപ്പാണ് ഫിംസ് ആപ്പ്. ഫിംസ് എന്നതിന്റെ പൂർണ്ണരൂപം ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ്. പദ്ധതി നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയാണ്. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയാനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് ഫിംസ് ആപ്പ്. DRDOയുടെ എയ്റോനോട്ടിക്കൽ സിസ്റ്റംസ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ മലയാളിയാണ് ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. സുപ്രീം കോടതിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ പതാക പ്രകാശനം ചെയ്തത്. സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. പുതിയ പതാകയിൽ അശോക ചക്രവും സുപ്രീം കോടതി കെട്ടിടവും ഭരണഘടനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 ബലാത്സംഗ കുറ്റത്തിന് വധശിക്ഷ വരെ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ പാസാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. 2024 ബലാത്സംഗ കുറ്റത്തിന് വധശിക്ഷ വരെ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ പാസാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ആക്ട് 2024 എന്നാണ് ഈ ബില്ല് അറിയപ്പെടുന്നത്. അപരാജിത വിമൺ ആൻഡ് ചൈൽഡ് ആക്ട് 2024. പാരാലിമ്പിക്സിൽ ഡിസ്കസ് ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് യോഗേഷ് കതുനിയയാണ്. പാരാലിമ്പിക്സിൽ ഡിസ്കസ് ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് യോഗേഷ് കതുനിയയാണ്. ഡിസ്കസ് ത്രോ F56 വിഭാഗത്തിലാണ് യോഗേഷ് കതുനിയ വെള്ളി മെഡൽ നേടിയത്. 2024 നടന്ന പാരാലിമ്പിക്സിൽ ഡിസ്കസ് ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് യോഗേഷ് കതുനിയയാണ്. പാരാലിമ്പിക്സിൽ പുരുഷ ബാഡ്മിന്റൺ സിംഗിൾസ് SL3 വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് നിതേഷ് കുമാറാണ്. പാരാലിമ്പിക്സിൽ പുരുഷ ബാഡ്മിന്റൺ സിംഗിൾസ് SL3 വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് നിതേഷ് കുമാറാണ്. 61ാമത് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് കാർത്തിക് വെങ്കിട്ടരാമനാണ്. 61ാമത് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് കാർത്തിക് വെങ്കിട്ടരാമനാണ്. 2024 ദേശീയ ഓപ്പൺ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യന്മാരായത് റെയിൽവേസ് ആണ്. 2024 ദേശീയ ഓപ്പൺ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യന്മാരായത് റെയിൽവേസ് ആണ്. പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് സുമിത് ആന്റിൽ. പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം സുമിത് ആന്റിലാണ്. പുരുഷ ജാവലിൻ ത്രോ F64 വിഭാഗത്തിലാണ് സുമിത് ആന്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് സുമിത് ആന്റിൽ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F64 വിഭാഗത്തിലാണ് സുമിത് ആന്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാരം അടുത്തിടെ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തിയ രാജ്യം പോളണ്ടാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാരം അടുത്തിടെ
ഔദ്യോഗിക ബഹുമതികളോടെ നടത്തിയ രാജ്യം പോളണ്ടാണ്. 2024 പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടിയത് നിഷാദ് കുമാറാണ്. 2024 പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടിയത് നിഷാദ് കുമാറാണ്. പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിച്ചത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ്. പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിച്ചത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ്. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് അടിയിലെ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെത്തിയ ശില്പമാണ് ഡയാന ഓഫ് വെഴ്സലൈസിന്റെ വെങ്കല ശില്പം. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലെ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെത്തിയ ശില്പമാണ് ഡയാന ഓഫ് വെഴ്സലൈസിന്റെ വെങ്കല ശില്പം. യുദ്ധത്തിന്റെയും വന്യമൃഗങ്ങളുടെയും ദേവതയാണ് ഡയാന ഓഫ് വെഴ്സലീസ്. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലെ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെത്തിയ ശില്പമാണ് ഡയാന ഓഫ് വെഴ്സലീസിന്റെ ശില്പം. 2022 ക്ഷേത്ര കലാശ്രീ പുരസ്കാര ജേതാവ് KS ചിത്രയാണ്. 2022 ക്ഷേത്ര കലാശ്രീ പുരസ്കാര ജേതാവ് KS ചിത്രയാണ്. സംസ്ഥാന ക്ഷേത്ര കലാ അക്കാദമിയാണ് പുരസ്കാരം നൽകുന്നത്. 2022 ക്ഷേത്ര കലാ ഫെലോഷിപ്പ് ലഭിച്ചത് 2 പേർക്കാണ്. ഡോക്ടർ RLV രാമകൃഷ്ണനും ഡോക്ടർ രാജശ്രീ വാര്യർക്കുമാണ് 2022 ക്ഷേത്രകലാ ഫെലോഷിപ്പ് ലഭിച്ചത്. 2022 ക്ഷേത്രകലാ ഫെലോഷിപ്പ് ലഭിച്ചത് ഡോക്ടർ RLV രാമകൃഷ്ണനും ഡോക്ടർ രാജശ്രീ വാര്യർക്കും. 2022 ക്ഷേത്ര കലാശ്രീ പുരസ്കാര ജേതാവ് KS ചിത്രയുമാണ്. ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 5 ആണ്. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 ആണ്. അടുത്തിടെ മാംസത്തിനായി 723 വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം നമീബിയയാണ്. അടുത്തിടെ മാംസത്തിനായി 723 വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം തെക്കേ ആഫ്രിക്കൻ രാജ്യമായ നമീബിയയാണ്. കടുത്ത വരൾച്ചയും ഭക്ഷ്യക്ഷാമവും മൂലം രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലായതിനെ തുടർന്നാണ് ആനകളടക്കമുള്ള വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയിരിക്കുന്നത്. അടുത്തിടെ മാംസത്തിനായി 723 വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം നമീബിയയാണ്. 2024 രമൺ മഗ്സസെ പുരസ്കാര ജേതാവ് ഹയാവോ മിയാസാക്കിയാണ്. 2024 രമൺ മഗ്സസെ പുരസ്കാര ജേതാവ് ജപ്പാൻ സ്വദേശിയായ ഹയാവോ മിയാസാക്കിയാണ്. ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ജൈവ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നയരേഖയാണ് ബയോ E3 നയം. ജൈവ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നയരേഖയാണ് ബയോ E3 നയം. 2024-25 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ആദ്യ പാദ വളർച്ചാ നിരക്ക് 6.7%. 2024-25 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ആദ്യ പാദ വളർച്ചാ നിരക്ക് 6.7%. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ഹർവീന്ദർ സിംഗ് ആണ്. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ഹർവീന്ദർ സിംഗ് ആണ്. പാരാലിമ്പിക്സ് അമ്പെയ്ത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം സ്വർണ്ണ മെഡൽ നേടുന്നത്. 2024 നടന്ന പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഹർവീന്ദർ സിംഗ്.
പാരാലിമ്പിക്സ് അമ്പെയ്ത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം സ്വർണ്ണ മെഡൽ നേടുന്നത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്ത് മിക്സഡ് ടീം വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങൾ ശീതൾ ദേവിയും രാകേഷ് കുമാറുമാണ്. 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്ത് മിക്സഡ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങൾ ശീതൾ ദേവിയും രാകേഷ് കുമാറുമാണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല വഹിക്കുന്നത് പ്രേംകുമാർ ആണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല വഹിക്കുന്നത് പ്രേംകുമാർ ആണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പീഡ് പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷി വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പീഡ് പദ്ധതി ഭിന്നശേഷി വിഭാഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. സ്പീഡ് പദ്ധതിയുടെ പൂർണ്ണരൂപം സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഇൻ ഡിസബിലിറ്റീസ് എന്നതാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പീഡ് പദ്ധതി ഭിന്നശേഷി വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്പീഡ് എന്നതിന്റെ പൂർണ്ണരൂപം സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഇൻ ഡിസേബിലിറ്റീസ് എന്നതാണ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഷോട്ട് പുട്ട് F46 വിഭാഗം വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് സച്ചിൻ ഖിലാരി. 2024 പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഷോട്ട് പുട്ട് F46 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം സച്ചിൻ ഖിലാരിയാണ്. പാരാലിമ്പിക്സിൽ F46 വിഭാഗം ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് അജിത് സിംഗ് യാദവ് ആണ്. പാരാലിമ്പിക്സിൽ F46 വിഭാഗം ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് അജിത് സിംഗ് യാദവ് ആണ്. 2024 നടന്ന പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ T63 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ശരത് കുമാർ ആണ്. 2024 പാരീസിൽ വെച്ച് നടന്ന പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ T63 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ശരത് കുമാർ ആണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ T63 വിഭാഗം വെങ്കല മെഡൽ നേടിയത് മാരിയപ്പൻ തങ്കവേലുവാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ T63 വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത് മാരിയപ്പൻ തങ്കവേലുവാണ്. ഏകദേശം 3109 മീറ്റർ ഉയരമുള്ള പർവ്വതം കണ്ടെത്തിയത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഏകദേശം 3109 മീറ്റർ ഉയരമുള്ള പർവ്വതം കണ്ടെത്തിയത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ്. വെള്ളെഴുത്ത് ബാധിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കിയ തുള്ളിമരുന്നാണ് പ്രസ്വു. വെള്ളെഴുത്ത് ബാധിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കിയ തുള്ളിമരുന്നാണ് പ്രസ്വു. എൻഡോസ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് പ്രസ്വു എന്ന തുള്ളിമരുന്ന് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളെഴുത്ത് ബാധിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കിയ തുള്ളിമരുന്നാണ് പ്രസ്വു. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മിഷേൽ ബർണിയർ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഷേൽ ബർണിയർ ആണ്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ ക്ലബ് ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ധരംബീർ. 2024 പാരാലിമ്പിക്സിൽ പുരുഷ ക്ലബ് ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ധരംബീർ. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 പാസാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അപരാജിത വിമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 പാസാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും എതിരായ നിയമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അവതരിപ്പിച്ച ബില്ലാണ് അപരാജിത വിമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024. സെപ്റ്റംബറിൽ അന്തരിച്ച മദർ ഓഫ് ഏഷ്യൻ സിനിമ എന്നറിയപ്പെടുന്ന പ്രശസ്ത ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മദർ ഓഫ് ഏഷ്യൻ സിനിമ എന്നറിയപ്പെടുന്ന
പ്രശസ്ത ചലച്ചിത്ര നിരൂപകയാണ് അരുണ വാസുദേവ്. 2024 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഉറുഗ്വേയുടെ താരമാണ് ലൂയി സുവാരസ്. 2024 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഉറുഗ്വായി താരമാണ് ലൂയിസ് സുവാരസ്. എൽ പിസ്റ്റോലെറോ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് ലൂയിസ് സുവാരസ്. എൽ പിസ്റ്റോലെറോ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് ലൂയിസ് സുവാരസ്. 2024 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഉറുഗ്വേയുടെ താരമാണ് ലൂയിസ് സുവാരസ്. ലൂയിസ് സുവാരസിനെ അറിയപ്പെടുന്നത് എൽ പിസ്റ്റോലെറോ എന്ന പേരിലാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ്. 9 മേഖലകളിൽ 1-ാമതെത്തിയാണ് കേരളം ഈ ഒരു നേട്ടം കൈവരിച്ചത്. വ്യവസായ സൗഹൃദം എന്ന നിലയിൽ കേരളം 1-ാമതെത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ്. 2-ാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശുമാണ്. അടുത്തിടെ ബോൺ മാരോ രജിസ്ട്രി തയ്യാറാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. അടുത്തിടെ ബോൺ മാരോ രജിസ്ട്രി തയ്യാറാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സ വേണ്ടിവരുന്ന രോഗികളുടെയും അനുയോജ്യരായ മജ്ജദാതാക്കളുടെയും വിവരങ്ങൾ അടങ്ങുന്നതാണ് ബോൺ മാരോ രജിസ്ട്രി എന്ന് പറയുന്നത്. ഈ ബോൺ മാരോ രജിസ്ട്രിയുടെ നോഡൽ ഏജൻസി മലബാർ ക്യാൻസർ സെന്ററുമാണ്. അടുത്തിടെ ബോൺ മാരോ രജിസ്ട്രി തയ്യാറാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് ഭായി ലോഗ് ആപ്പ്. അടുത്തിടെ അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് ഭായി ലോഗ് ആപ്പ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ് ഭായി ലോഗ്. വിമുക്ത ഭടന്മാരുടെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് നമൻ. വിമുക്ത ഭടന്മാരുടെ കുടുംബങ്ങളെയും വിമുക്ത ഭടന്മാരെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് നമൻ പദ്ധതി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന പതിപ്പ് ഔദ്യോഗികമായി ആരംഭിച്ചത് മോഹൻലാലാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന പതിപ്പ് ഔദ്യോഗികമായി ആരംഭിച്ചത് മോഹൻലാലാണ്. 2024 പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 ഇനത്തിൽ വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചത് മോന അഗർവാൾ ആണ്. 2024 പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 ഇനത്തിൽ വെങ്കല മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ചത് മോന അഗർവാൾ ആണ്. ഫോർമുല 1 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 ജേതാവ് ചാൾസ് ലെക്ലാർക്ക് ആണ്. ഫോർമുല 1 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 ജേതാവ് ചാൾസ് ലെക്ലാർക്ക് ആണ്. 900 ഗോളുകൾ നേടിയ ആദ്യ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 900 ഗോളുകൾ നേടിയ ആദ്യത്തെ ഫുട്ബോൾ താരം പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ക്രൊയേഷ്യക്കെതിരെ ഗോൾ നേടിയതോടുകൂടിയാണ് അദ്ദേഹം 900 ഗോളുകൾ എന്ന റെക്കോർഡ് തികച്ചത്. 900 ഗോളുകൾ നേടിയ ആദ്യത്തെ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അടുത്തിടെ പോലീസ് വകുപ്പിൽ വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്തിടെ പോലീസ് വകുപ്പിൽ വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാനാണ്. പോലീസ് സേനയിൽ 33% വനിതാ സംവരണമാണ് രാജസ്ഥാൻ സംസ്ഥാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2024 2ാം ലോക ബധിര ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ
ലോക റെക്കോർഡ് തകർത്ത ഇന്ത്യക്കാരന്റെ പേരാണ് ധനുഷ് ശ്രീകാന്ത്. 2024 നടന്ന രണ്ടാമത് ലോക ബധിര ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ലോക റെക്കോർഡ് നേടിയ ഇന്ത്യക്കാരന്റെ പേരാണ് ധനുഷ് ശ്രീകാന്ത്. PT ഉഷയുടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള 400 മീറ്റർ ഹർഡിൽസ് റെക്കോർഡ് ആരാണ് തകർത്തത്? വിദ്യാ രാംരാജ് ആണ്. PT ഉഷയുടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള 400 മീറ്റർ ഹർഡിൽസ് റെക്കോർഡ് തകർത്തത് വിദ്യാ രാംരാജ് ആണ്. 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകയാണ്. 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകയാണ്. 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ വനിതാ സിംഗിൾസ് SU5 ബാഡ്മിന്റണിൽ തുളസിമതി മുരുകേശൻ നേടിയ മെഡൽ വെള്ളി മെഡലാണ്. 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ വനിതാ സിംഗിൾസ് SU5 ബാഡ്മിന്റണിൽ തുളസിമതി മുരുകേശൻ നേടിയ മെഡൽ വെള്ളി മെഡലാണ്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിന്റെ 2023 പതിപ്പിൽ ഇന്ത്യയുടെ റാങ്ക് 40ാം റാങ്കാണ്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിന്റെ 2023 പതിപ്പിൽ ഇന്ത്യയുടെ റാങ്ക് 40ാം സ്ഥാനമാണ്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 40. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ റാങ്ക് 40ാം റാങ്കാണ്. കേരളത്തിൽ ആദ്യമായി ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തിയ സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. കേരളത്തിൽ ആദ്യമായി ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തിയ സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. ഏത് വിമാനത്തിനാണ് 240 അഡ്വാൻസ്ഡ് എയ്റോ എഞ്ചിനുകൾ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകരിച്ചത്? സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങൾക്ക്. ഏത് വിമാനത്തിനാണ് 240 അഡ്വാൻസ്ഡ് എയ്റോ എഞ്ചിനുകൾ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകരിച്ചത്? സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങൾക്ക്. പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ J160 kg വിഭാഗം ജൂഡോയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരമാണ് കപിൽ പാർമർ. പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ J160 കിലോഗ്രാം വിഭാഗം ജൂഡോയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് കപിൽ പാർമർ. 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ നിത്യശ്രീ ശിവൻ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് വനിതകളുടെ പാരാ ബാഡ്മിന്റൺ SH6 വിഭാഗത്തിലാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ നിത്യശ്രീ ശിവൻ വെങ്കല മെഡൽ നേടിയത് വനിതകളുടെ പാരാ ബാഡ്മിന്റൺ SH6 വിഭാഗത്തിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം പുറംതള്ളുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം പുറംതള്ളുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് പുറംതള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ 17% ഇന്ത്യയിൽ നിന്നാണ്. വാർഷിക വരുമാനത്തിൽ 10 ലക്ഷം കോടി കവിയുന്ന ആദ്യത്തെ കമ്പനിയായി മാറിയ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. വാർഷിക വരുമാനത്തിൽ 10 ലക്ഷം കോടി കവിയുന്ന ആദ്യത്തെ കമ്പനിയായി മാറിയ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. ഇന്ത്യൻ റെയിൽവേയുടെ കവച് സംവിധാനം കേരളത്തിൽ നിലവിൽ വരുന്നത് ഷൊർണൂർ എറണാകുളം പാതയിലാണ്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് കവച്. ഇന്ത്യൻ റെയിൽവേയുടെ കവച് സംവിധാനം കേരളത്തിൽ നിലവിൽ വരുന്നത് ഷൊർണൂർ എറണാകുളം പാതയിലാണ്. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷന്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അജന്ത ശരത് കമലിനെയാണ്. ഇന്റർനാഷണൽ ടേബിൾ ടെന്നീസ്
ഫെഡറേഷൻ ഫൗണ്ടേഷന്റെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അജന്ത ശരത് കമലാണ്. നിർമ്മിത ബുദ്ധി രംഗത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ കേന്ദ്രമന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. നിർമ്മിത ബുദ്ധി രംഗത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ കേന്ദ്രമന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. 1999 ഇന്ത്യൻ എയർലൈൻസ് 814 വിമാനം ഭീകരർ റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കിയ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ മിനി വെബ് സീരീസ് ആണ് IC-814 ദി കാണ്ഡഹാർ ഹൈജാക്ക്. 1999 ഇന്ത്യൻ എയർലൈൻസ് 814 വിമാനം ഭീകരർ റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കിയ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ മിനി വെബ് സീരീസ് ആണ് IC-814 ദി കാണ്ഡഹാർ ഹൈജാക്ക്. ഫ്രാൻസിലെ മോൺപാസിയറിൽ നടക്കുന്ന FEI എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ഏക ഇന്ത്യക്കാരിയാണ് മലയാളിയായ നിത അഞ്ജും ചേലാട്ട്. ഫ്രാൻസിലെ മോൺപാസിയറിൽ നടക്കുന്ന FEI എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിന് ദീർഘദൂര കുതിരയോട്ട മത്സരത്തിന് യോഗ്യത നേടിയ ഏക ഇന്ത്യക്കാരിയാണ് നിത അഞ്ജും ചേലാട്ട്. പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോ F41 വിഭാഗത്തിൽ സ്വർണം നേടിയത് നവദീപ് സിംഗ് ആണ്. പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോ F41 വിഭാഗത്തിൽ സ്വർണം നേടിയത് നവദീപ് സിംഗ് ആണ്. 2024 പാരാലിമ്പിക്സിൽ ഹൈജമ്പ് T64 വിഭാഗത്തിൽ ഇന്ത്യക്കായി 6ാമത്തെ സ്വർണം നേടിയത് പ്രവീൺ കുമാർ ആണ്. 2024 പാരീസിൽ വെച്ച് നടന്ന പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ T64 വിഭാഗത്തിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയത് പ്രവീൺ കുമാർ ആണ്. 2024 ഏഷ്യയിൽ വീശിയ ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റാണ് യാഗി ചുഴലിക്കാറ്റ്. 2024 ഏഷ്യയിൽ വീശിയ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് യാഗി ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. 2024 ലോകത്തിലെ ഏറ്റവും ശക്തിയായിട്ട് വീശിയ 2ാമത്തെ ചുഴലിക്കാറ്റ് കൂടിയാണ് യാഗി ചുഴലിക്കാറ്റ്. 2024 ഏഷ്യയിൽ വീശിയ ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റാണ് യാഗി ചുഴലിക്കാറ്റ്. 2024 ലോകത്തിൽ വീശിയ ഏറ്റവും ശക്തിയേറിയ 2ാമത്തെ ചുഴലിക്കാറ്റാണ് യാഗി ചുഴലിക്കാറ്റ്. 2024 ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റ് ബെറിൽ ചുഴലിക്കാറ്റുമാണ്. 2024 ലോകത്ത് വീശിയ ഏറ്റവും ശക്തമേറിയ ചുഴലിക്കാറ്റ് ബെറിൽ ചുഴലിക്കാറ്റ്. 2024 ലോകത്ത് വീശിയതിൽ ഏറ്റവും ശക്തമായ 2ാമത്തെ ചുഴലിക്കാറ്റാണ് യാഗി ചുഴലിക്കാറ്റ്. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പുതിയ അധ്യക്ഷനാണ് രൺധീർ സിംഗ്. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രൺധീർ സിംഗ് ആണ്. 64ാമത് GST കൗൺസിൽ യോഗത്തിൽ ക്യാൻസർ മരുന്നുകളുടെ GST നിരക്ക് എത്രയായാണ് കുറച്ചത്? 5%. 54ാമത് GST കൗൺസിൽ യോഗത്തിൽ ക്യാൻസർ മരുന്നുകളുടെ GST നിരക്ക് എത്രയായാണ് കുറച്ചത്? 5%. പുതിയ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് തുഹിൻ കാന്ത പാണ്ഡെ. പുതിയ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് തുഹിൻ കാന്ത പാണ്ഡെ. 2024 US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ്. 2024 US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ്. 2024 US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ബെലാറസിന്റെ ആര്യന സെബലങ്കയാണ്. 2024 US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ബെലാറസിന്റെ ആര്യന സെബലങ്കയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഏത് നഗരത്തിലാണ് പുകയില നിർമ്മാർജ്ജന ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തത്? ന്യൂഡൽഹിയിലാണ്.
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഏത് നഗരത്തിലാണ് പുകയില നിർമ്മാർജ്ജന ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തത്? ന്യൂഡൽഹിയിലാണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം. ഇന്ത്യ 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകളാണ് കരസ്ഥമാക്കിയത്. 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകളാണ് നേടിയത്. 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയവർ അവനി ലഖേര, നിതേഷ് കുമാർ, സുമിത് ആൻഡിൽ, ഹർവീന്ദർ സിംഗ്, ധരംബീർ, പ്രവീൺ കുമാർ, നവദീപ് സിംഗ് എന്നിവരാണ്. 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയവർ അവനി ലഖേര. അവനി ലഖേര ഏതാണ് വിഭാഗം? ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 വിഭാഗത്തിലാണ് അവനി ലഖേര ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയത്. നിതേഷ് കുമാർ ബാഡ്മിന്റൺ താരമാണ്. മെൻസ് സിംഗിൾസ് SL3 വിഭാഗത്തിലാണ് നിതേഷ് കുമാർ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ താരമാണ്. ജാവലിൻ ത്രോ F64 വിഭാഗത്തിലാണ് സുമിത് ആൻഡിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഹർവീന്ദർ സിംഗ് ആർച്ചറി ആണ്. അദ്ദേഹം മെൻസ് ഇൻഡിവിജ്വൽ റിക്കർവ് ഓപ്പൺ ഇനത്തിലാണ് ഹർവീന്ദർ സിംഗ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ധരംബീർ മെൻസ് ക്ലബ് ത്രോ F51 വിഭാഗത്തിലാണ് ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. പ്രവീൺ കുമാർ മെൻസ് ഹൈ ജമ്പ് T64 വിഭാഗത്തിലാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. നവദീപ് സിംഗ് ജാവലിൻ ത്രോ F41 വിഭാഗത്തിലുമാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 2 പേരാണ് ജാവലിൻ ത്രോയിൽ. സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ F64 വിഭാഗത്തിലും, നവദീപ് സിംഗ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോ F41 വിഭാഗത്തിലുമാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഇന്ത്യക്കായിട്ട് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് 7 പേരാണ്. അവനി ലഖേര ഷൂട്ടിംഗ് താരം, നിതേഷ് കുമാർ ബാഡ്മിന്റൺ താരം, സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ, ഹർവീന്ദർ സിംഗ് അമ്പെയ്ത്ത്, ധരംബീർ മെൻസ് ക്ലബ് ത്രോ, പ്രവീൺ കുമാർ മെൻസ് ഹൈ ജമ്പ്, നവദീപ് സിംഗ് ജാവലിൻ ത്രോ എന്നിവരാണ് ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 18ാം സ്ഥാനമാണ്. 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യ 18ാം സ്ഥാനത്താണ്. ഇന്ത്യ ആകെ 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകളാണ് കരസ്ഥമാക്കിയത്. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകൾ കരസ്ഥമാക്കി 18ാം സ്ഥാനത്താണ് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. 2024 നടന്ന പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. ചൈന 94 സ്വർണവും 76 വെള്ളിയും 50 വെങ്കലവും ഉൾപ്പെടെ 220 മെഡലുകളാണ് കരസ്ഥമാക്കിയത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം ബ്രിട്ടൻ ആണ്. മെഡൽ നേട്ടത്തിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം ബ്രിട്ടൻ ആണ്. 3ാം സ്ഥാനത്ത് അമേരിക്കയുമാണ്. പാർലമെന്ററി ഔദ്യോഗിക ഭാഷാ സമിതിയുടെ ചെയർമാനായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ്. പാർലമെന്ററി ഔദ്യോഗിക ഭാഷാ സമിതിയുടെ ചെയർമാനായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ്. പ്രൊഫസർ NB മന്മഥൻ പുരസ്കാരത്തിന് 2024 അർഹനായത് T പത്മനാഭനാണ്. പ്രൊഫസർ MB മന്മഥൻ പുരസ്കാരത്തിന് 2024 അർഹനായത് T പത്മനാഭനാണെങ്കിൽ പ്രൊഫസർ MB മന്മഥൻ പുരസ്കാരത്തിന് 2023 അർഹനായത് MN കാരശ്ശേരിയാണ്.
പ്രൊഫസർ MN മന്മഥൻ പ്രൊഫസർ MB മന്മഥൻ പുരസ്കാരത്തിന് 2023 അർഹനായത് MN കാരശ്ശേരി. പ്രൊഫസർ MB മന്മഥൻ പുരസ്കാരത്തിന് 2024 അർഹനായത് ശ്രീ T പത്മനാഭനുമാണ്. മുൻ കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയ നേതാവുമായ സുശീൽ കുമാർ ഷിൻഡെയുടെ ആത്മകഥയാണ് 5 Decades in Politics. മുൻ കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയ നേതാവുമായ സുശീൽ കുമാർ ഷിൻഡെയുടെ ആത്മകഥയുടെ പേരാണ് 5 Decades in Politics. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡ് ജില്ലയാണ്. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡ് ജില്ലയാണ്. കലാമേളയ്ക്ക് നൽകിയ പേര് അഭിന്നം എന്നാണ്. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ പേര് അഭിന്നം എന്നായിരുന്നു. കലാമേളയ്ക്ക് വേദിയായത് കാസർഗോഡ് ജില്ലയാണ്. കേരള ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് ഇനി മുതൽ ഏതുതരം മരുന്നാണ് നീല കവറിൽ വിൽക്കേണ്ടത്? ആന്റിബയോട്ടിക്കുകളാണ് ഇനി മുതൽ നീല കവറിൽ വിൽക്കേണ്ടത്. കേരള ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഇനി മുതൽ ആന്റിബയോട്ടിക്കുകൾ നീല കവറിലാണ് വിൽക്കേണ്ടത്. 2024 ജാക്സൺ വൈൽഡ് ലെഗസി അവാർഡ് നേടിയത് മൈക്ക് പാണ്ഡെയാണ്. ചലച്ചിത്രകാരനും പ്രകൃതി സംരക്ഷണ പ്രവർത്തകനുമായ മൈക്ക് പാണ്ഡെയാണ് 2024 ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരം നേടിയത്. വന്യജീവി പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആഗോള പുരസ്കാരമാണ് ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരം എന്ന് പറയുന്നത്. 2024 ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരം നേടിയത് മൈക്ക് പാണ്ഡെയാണ്. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള വയോസേവന അവാർഡ് 2024 ആരെയാണ് തിരഞ്ഞെടുത്തത്? വേണുജിയെയാണ്. ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള വയോസേവന പുരസ്കാരത്തിന് 2024 തിരഞ്ഞെടുത്തത് വേണുജിയെയാണ്. അടുത്തിടെ കേന്ദ്ര സർക്കാർ കൽപ്പിത സർവകലാശാല പദവി നൽകാൻ തീരുമാനിച്ച സ്ഥാപനങ്ങളാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്ത എന്നിവ. അടുത്തിടെ കേന്ദ്ര സർക്കാർ കൽപ്പിത സർവകലാശാല പദവി നൽകാൻ തീരുമാനിച്ച സ്ഥാപനങ്ങൾ പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്തയിലെ സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയാണ്. സെപ്റ്റംബർ 2024 ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയവും ഏത് രാജ്യവുമാണ് 3ാം ഇൻഡെക്സ് എക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും. 2024 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയവും ഏത് രാജ്യവുമാണ് 3ാം ഇൻഡെക്സ് എക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്? ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും. ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്തെ ആദ്യത്തെ ജീവപര്യന്ത ശിക്ഷ വിധിച്ച കോടതി ബീഹാറിലെ സരൺ ജില്ലാ സെഷൻസ് കോടതിയാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആദ്യത്തെ ജീവപര്യന്ത ശിക്ഷ വിധിച്ച കോടതി ബീഹാറിലെ സരൺ ജില്ലാ സെഷൻസ് കോടതിയാണ്. സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് KEN കുഞ്ഞഹമ്മദാണ്. സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് KEN കുഞ്ഞഹമ്മദാണ്. വിദേശ നാണ്യ കരുതൽ ശേഖരണത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 9ാം സ്ഥാനമാണ്. വിദേശ നാണ്യ കരുതൽ ശേഖരണത്തിന്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 9ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് അമേരിക്കയാണ്. തദ്ദേശ സ്ഥാപന വാർഡ് പുനർവിഭജനത്തിലൂടെ ഏറ്റവും കൂടുതൽ വാർഡുകൾ നിലവിൽ വന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. തദ്ദേശ സ്ഥാപന
വാർഡ് പുനർവിഭജനത്തിലൂടെ ഏറ്റവും കൂടുതൽ വാർഡുകൾ നിലവിൽ വന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. തദ്ദേശ സ്ഥാപന വാർഡ് പുനർവിഭജനത്തിലൂടെ ഏറ്റവും കുറവ് വാർഡുകൾ നിലവിൽ വന്ന ജില്ല വയനാട് ജില്ലയുമാണ്. തദ്ദേശ സ്ഥാപന പുനർവിഭജനത്തിലൂടെ ഏറ്റവും കുറവ് വാർഡുകൾ നിലവിൽ വന്നത് വയനാട് ജില്ലയിലും ഏറ്റവും കൂടുതൽ വാർഡുകൾ നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുള്ള ജില്ല മലപ്പുറം ജില്ലയും ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളുള്ള ജില്ല വയനാട് ജില്ലയുമാണ്. ഇന്ത്യയും USA തമ്മിലുള്ള യുദ്ധ അഭ്യാസ് സംയുക്ത സൈനിക അഭ്യാസത്തിന് 2024 വേദിയായത് രാജസ്ഥാനിലെ മഹാജനാണ്. ഇന്ത്യയും USA തമ്മിൽ നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസ് 2024 വേദിയായത് രാജസ്ഥാനിലെ മഹാജനാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിന് 2024 വേദിയായത് രാജസ്ഥാനിലെ മഹാജനാണ്. 2024 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച രോഗം എംപോക്സ് ആണ്. 2024 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച രോഗമാണ് എംപോക്സ്. കൃത്രിമ പേശികളോടുകൂടിയ ആദ്യത്തെ റോബോട്ടിക് കാൽ നിർമ്മിച്ച രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. കൃത്രിമ പേശികളോട് കൂടിയ ആദ്യത്തെ റോബോട്ടിക് കാൽ നിർമ്മിച്ച രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം കോഴിക്കോടാണ്. ഫെഡറൽ ബാങ്ക് ആണ് QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത്. നാഷണൽ ക്ലീൻ എയർ സിറ്റി പുരസ്കാരം 2024 10 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ അല്ലെങ്കിൽ കാറ്റഗറി 1 പുരസ്കാരം നേടിയത് സൂററ്റ്, ജബൽപൂർ, ആഗ്ര എന്നീ നഗരങ്ങളാണ്. നാഷണൽ ക്ലീൻ എയർ സിറ്റി പുരസ്കാരം 2024 10 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗം അല്ലെങ്കിൽ കാറ്റഗറി 1 പുരസ്കാരം നേടിയ നഗരങ്ങളാണ് സൂററ്റ്, ജബൽപൂർ, ആഗ്ര എന്നിവ. നാഷണൽ ക്ലീൻ എയർ സിറ്റി പുരസ്കാരം 2024 3 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗം അല്ലെങ്കിൽ കാറ്റഗറി 2 പുരസ്കാരം നേടിയ നഗരങ്ങൾ ഫിറോസാബാദ്, അമരാവതി, ഝാൻസി എന്നീ നഗരങ്ങളാണ്. നാഷണൽ ക്ലീൻ എയർ സിറ്റി പുരസ്കാരം 2024 3 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗം അഥവാ കാറ്റഗറി 2 പുരസ്കാരം നേടിയ നഗരങ്ങൾ ഫിറോസാബാദ്, അമരാവതി, ഝാൻസി എന്നീ നഗരങ്ങളാണ്. നാഷണൽ ക്ലീൻ എയർ സിറ്റി പുരസ്കാരം 2024 3 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗം അഥവാ കാറ്റഗറി 3 പുരസ്കാരം നേടിയത് റായ്ബറേലി, നൽഗൊണ്ട, നല്ലഗഡ് എന്നീ നഗരങ്ങളാണ്. നാഷണൽ ക്ലീൻ എയർ സിറ്റി പുരസ്കാരം 2024 3 ലക്ഷത്തിനും താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗം അഥവാ കാറ്റഗറി 3 പുരസ്കാരം നേടിയത് റായ്ബറേലി, നൽഗൊണ്ട, നല്ലഗഡ് എന്നീ നഗരങ്ങളാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ പ്രസിഡന്റ് ബി സുധീന്ദ്രകുമാർ ആണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ പ്രസിഡന്റ് ബി സുധീന്ദ്രകുമാർ. ഓസ്ട്രേലിയൻ നോർത്തേൺ ടെറിട്ടറിയിലെ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജിൻസൺ ആന്റോ ചാൾസ്. ഓസ്ട്രേലിയൻ നോർത്തേൺ ടെറിട്ടറിയിലെ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജിൻസൺ ആന്റോ ചാൾസ്. സൈബർ അതിക്രമം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം ലഭിച്ചത് കേരള പോലീസിനാണ്. സൈബർ അതിക്രമം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം ലഭിച്ചത് കേരള പോലീസിനാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദി ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ജപ്പാനാണ്.
2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സരമായി ഉൾപ്പെടുത്തിയത് യോഗയാണ്. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സരമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് യോഗയാണ്. 2026 നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സരമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് യോഗയാണ്. പ്രദർശന മത്സര ഇനമായി ഉൾപ്പെടുത്തിയതിനാൽ ജേതാക്കൾക്ക് മെഡൽ ലഭിക്കുക ഇല്ല. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ജപ്പാനുമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണനാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ NV കൃഷ്ണവാര്യർ സ്മാരക പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണനാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന പുസ്തകം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന കൃതി. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് അരുൺ ഗോയലാണ്. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് അരുൺ ഗോയലാണ്. ജിയോ പുതിയതായി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സമഗ്ര AI പ്ലാറ്റ്ഫോമാണ് ജിയോ ബ്രെയിൻ. ജിയോ പുതിയതായി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സമഗ്ര AI പ്ലാറ്റ്ഫോമാണ് ജിയോ ബ്രെയിൻ. ദി ലാസ്റ്റ് ഓഫ് ദി സീ വുമൺ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ് മലാല യൂസഫ്സായി ആണ്. നൊബേൽ പുരസ്കാര ജേതാവ് മലാല യൂസഫ്സായി ആണ് ദി ലാസ്റ്റ് ഓഫ് ദി സീ വുമൺ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ്. ദി ലാസ്റ്റ് ഓഫ് ദി സീ വുമൺ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധാനം നിർവഹിച്ചത് സൂ കിം ആണ്. കൊറിയൻ അമേരിക്കൻ സംവിധായകയായ സൂ കിം ആണ് ദി ലാസ്റ്റ് ഓഫ് ദി സീ വുമൺ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. ദി ലാസ്റ്റ് ഓഫ് ദി സീ വുമൺ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ് മലാല യൂസഫ്സായിയുമാണ്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് ജ്യോതി ബർവാൾ. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് ജ്യോതി ബർവാൾ. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരം ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് 2 പേരാണ്. സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ടം കലാകാരൻ വേണുജിയുമാണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരത്തിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയവർ. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരം ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയവർ സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ടം കലാകാരൻ വേണുജിയുമാണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊയിലാണ്ടിയാണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊയിലാണ്ടിയാണ്.
കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയുമാണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ കോട്ടയം ജില്ലയിലെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയുമാണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് ഗ്രാമപഞ്ചായത്തും കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തുമാണ്. കേരള സാമൂഹിക നീതി വകുപ്പിന്റെ 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് ഗ്രാമപഞ്ചായത്തും കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തുമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും, മികച്ച ഗ്രാമപഞ്ചായത്തുകൾ പീലിക്കോടും കതിരൂറുമാണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ചരിത്രത്തിൽ തന്റെ 7 സെഞ്ചുറികൾ 7 വ്യത്യസ്ത ടീമുകൾക്കെതിരെ നേടിയ ആദ്യ താരമാണ് ഇംഗ്ലണ്ടിന്റെ ഒലി പോപ്പ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്റെ 7 സെഞ്ചുറികൾ 7 വ്യത്യസ്ത ടീമുകൾക്കെതിരെ നേടിയ ആദ്യ താരം ഇംഗ്ലണ്ടിന്റെ ഒലി പോപ്പാണ്. കേരളത്തിലെ ആദ്യത്തെ മൃഗശ്മശാനം നിലവിൽ വരുന്നത് തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ മൃഗശ്മശാനം നിലവിൽ വരുന്നത് തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയയാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യത്തെ സ്വകാര്യ ദൗത്യമാണ് പൊളാരിസ് ഡോൺ. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യത്തെ സ്വകാര്യ ദൗത്യമാണ് പൊളാരിസ് ഡോൺ. ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് ആണ് ഈ ഡ്രാഗൺ പേടകം വിക്ഷേപിച്ചത്. പേടകത്തെ വഹിച്ച റോക്കറ്റ് ഫാൽക്കൺ 9 എന്ന റോക്കറ്റാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യത്തെ സ്വകാര്യ ദൗത്യമാണ് പൊളാരിസ് ഡോൺ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് KN ഹരിലാൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് KN ഹരിലാൽ. 6ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദാണ്. 6ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദ്. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാലുമാണ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ പ്രഥമ ചെയർമാനായിരുന്നത് PM എബ്രഹാമുമാണ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ PM എബ്രഹാം. 6ാമത് ചെയർമാൻ SM വിജയാനന്ദ്. 7ാമത് ചെയർമാൻ KN ഹരിലാൽ. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 6ാമത് ചെയർമാൻ SM വിജയാനന്ദ്. 7ാമത് ചെയർമാൻ KN ഹരിലാലുമാണ്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ആകാൻ ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. 2024 നടന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ സെഞ്ചുറി നേടിയ താരം സച്ചിൻ ബേബിയാണ്. 2024 നടന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ സെഞ്ചുറി നേടിയ താരം സച്ചിൻ ബേബിയാണ്. 2024 പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി മത്സരവേദി ചൈനയാണ്. 2024 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി മത്സരവേദി ചൈനയാണ്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായത് ഇന്ത്യയാണ്. ജേതാക്കളായതും ഇന്ത്യ തന്നെയാണ്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി മത്സരവേദി ഇന്ത്യയാണ്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കളും ഇന്ത്യയാണ്.
2024 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായത് ചൈനയുമാണ്. 2024 സെപ്റ്റംബർ 12 അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി. 2024 സെപ്റ്റംബർ 12 അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം ബംഗാളിൽ നിന്നുള്ള മുൻ രാജ്യസഭാ അംഗം കൂടിയാണ്. 2024 സെപ്റ്റംബർ 12 അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് സീതാറാം യെച്ചൂരി. ബംഗാളിൽ നിന്നുള്ള മുൻ രാജ്യസഭാ അംഗം കൂടിയാണ് സീതാറാം യെച്ചൂരി. മനുഷ്യനെ ഉപദ്രവിക്കുന്ന നരഭോജി ചെന്നായ്ക്കളുടെ ആക്രമണം തടയുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഭേദിയ. മനുഷ്യരെ ഉപദ്രവിക്കുന്ന നരഭോജി ചെന്നായ്ക്കളുടെ ആക്രമണം തടയുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഭേദിയ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേരാണ് ശ്രീവിജയപുരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീവിജയപുരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേര് ശ്രീവിജയപുരം എന്നാണ്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അടുത്തിടെ ഇറാൻ വിജയകരമായി വിക്ഷേപിച്ച ഗവേഷണ ഉപഗ്രഹമാണ് ചമ്രാൻ 1. അടുത്തിടെ ഇറാൻ വിജയകരമായി വിക്ഷേപിച്ച ഗവേഷണ ഉപഗ്രഹമാണ് ചമ്രാൻ 1. ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം 2024 വേദിയായത് റഷ്യയിലെ കസാനാണ്. ബ്രിക്സ് ലിറ്ററേച്ചർ ഫോറം 2024 വേദിയായത് റഷ്യയിലെ കസാനാണ്. കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥാ പ്രവചനം, കാലാവസ്ഥ സംബന്ധമായ പഠനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും കാലാവസ്ഥാ പ്രവചനത്തിലെ കൃത്യതയും ശേഷിയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനുമായി ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ മോസം പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥാ പ്രവചനം, കാലാവസ്ഥ സംബന്ധമായ പഠനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും കാലാവസ്ഥാ പ്രവചനത്തിലെ കൃത്യതയും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ മോസം പദ്ധതി. ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിറ്റ്നസ്? സാക്ഷി മാലിക്കിന്റെ. ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിറ്റ്നസ്? സാക്ഷി മാലിക്കിന്റെ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ സമ്മാനത്തുക നൽകാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര കായിക സംഘടനയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ സമ്മാനത്തുക നൽകാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര കായിക സംഘടന അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ICC ആണ്. പക്ഷാഘാതം നിർണയിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക് പദ്ധതി. പക്ഷാഘാതം നിർണയിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക് പദ്ധതി. കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന് 2024 വേദിയായത് ശ്രീലങ്കയാണ്. കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിന് 2024 വേദിയായത് ശ്രീലങ്ക. വീടുകളിലെ ഫൈബർ കണക്ഷനിൽ കിട്ടുന്ന അതിവേഗ ഇന്റർനെറ്റ് വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴും വൈഫൈ ആയി ലഭ്യമാക്കുന്ന BSNL പദ്ധതിയാണ് സർവത്ര പദ്ധതി.
വീടുകളിലെ ഫൈബർ കണക്ഷനിൽ കിട്ടുന്ന അതിവേഗ ഇന്റർനെറ്റ് വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴും വൈഫൈ ആയി ലഭ്യമാക്കുന്ന BSNLന്റെ പദ്ധതിയാണ് സർവത്ര പദ്ധതി. ജോർദാന്റെ പ്രധാനമന്ത്രിയായി സെപ്റ്റംബറിൽ നിയമിതനായത് ജാഫർ ഹസനാണ്. ജോർദാന്റെ പ്രധാനമന്ത്രിയായി സെപ്റ്റംബറിൽ നിയമിതനായത് ജാഫർ ഹസനാണ്. അൽ നജ സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് നടന്നത്? ഇന്ത്യയും ഒമാനും. അൽ നജ സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. 2024 അൽ നജ സംയുക്ത സൈനിക അഭ്യാസത്തിന് വേദിയായത് ഒമാനിലെ സലാലയാണ്. അൽ നജ സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. 2024 അൽ നജ സംയുക്ത സൈനിക അഭ്യാസത്തിന് വേദിയായത് ഒമാനിലെ സലാലയാണ്. 2024 സെപ്റ്റംബറിൽ ഉദ്ഘാടനം കഴിഞ്ഞ രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോയുടെ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. 2024 സെപ്റ്റംബറിൽ ഉദ്ഘാടനം കഴിഞ്ഞ രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോയുടെ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിലിന്റെ ആദ്യ റൂട്ട് ഭുജ് മുതൽ അഹമ്മദാബാദ് വരെയാണ്. സ്റ്റാർട്ടപ്പ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പോർട്ടലാണ് ഭാസ്കർ പോർട്ടൽ. സ്റ്റാർട്ടപ്പ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പോർട്ടലാണ് ഭാസ്കർ പോർട്ടൽ. മേഘങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ക്ലൗഡ് ചേംബർ സ്ഥാപിക്കുന്നത് എവിടെയാണ്? പൂനെയിലാണ്. മേഘങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ക്ലൗഡ് ചേംബർ സ്ഥാപിക്കുന്നത് പൂനെയിലാണ്. ഏഷ്യൻ കിങ് എന്ന കഴുകനെ സംരക്ഷിക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. ഏഷ്യൻ കിങ് എന്ന കഴുകനെ സംരക്ഷിക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് ഉത്തർപ്രദേശിലാണ്. കേരളത്തിൽ ജല മ്യൂസിയം സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലം എന്ന സ്ഥലത്താണ്. കേരളത്തിൽ ജല മ്യൂസിയം സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ്. കുടിവെള്ളത്തിന്റെ ഉപയോഗ പരിപാലനത്തെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ജല മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ ജല മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ്. കേരള ജല അതോറിറ്റിയാണ് ഈ മ്യൂസിയം നടത്തിപ്പിന് ചുമതല നിർവഹിക്കുന്നത്. 2024 ഏഷ്യൻ പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ ഇന്ത്യയാണ്. 2024 ഏഷ്യൻ പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ചൈനയെയാണ്. 2024 ഏഷ്യൻ പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ ഇന്ത്യ, റണ്ണറപ്പ് ചൈന. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച പദ്ധതിയാണ് PM-E ഡ്രൈവ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച പദ്ധതിയാണ് PM-E ഡ്രൈവ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ മുൻ ദക്ഷിണാഫ്രിക്കൻ മന്ത്രിയാണ് പ്രവീൺ ഗോർദാൻ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ മുൻ ദക്ഷിണാഫ്രിക്കൻ മന്ത്രിയാണ് പ്രവീൺ ഗോർദാൻ. ദക്ഷിണാഫ്രിക്കയിൽ ധനമന്ത്രി, പബ്ലിക് എന്റർപ്രൈസസ് മന്ത്രി, സഹകരണ, ഭരണ, പരമ്പരാഗത കാര്യ മന്ത്രി എന്നീ ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ് പ്രവീൺ ഗോർദാൻ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായുള്ള പോരാട്ടങ്ങളിൽ മുൻനിരയിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. 2010 അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ചിരുന്നു. 2019 ഇന്ത്യ പ്രവീൺ ഗോർദാനെ പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ മുൻ ദക്ഷിണാഫ്രിക്കൻ മന്ത്രിയാണ് പ്രവീൺ ഗോർദാൻ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ മുൻനിരയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് പ്രവീൺ ഗോർദാൻ. 2010
ഇന്ത്യയുടെ പ്രവാസി ഭാരതീയ പുരസ്കാരം പ്രവീൺ ഗോർദാന് ലഭിച്ചത്. 2019 പത്മഭൂഷൺ നൽകിയും ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മലയാളിയായ കൃഷിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ CA ജയപ്രകാശ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മലയാളിയായ കൃഷിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ CA ജയപ്രകാശ്. മരച്ചീനി ഇലയിൽ നിന്ന് കീടനാശിനി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ CA ജയപ്രകാശ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മലയാളി കൃഷിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ CA ജയപ്രകാശ്. യൂറോപ്യൻ യൂണിയന്റെ ആദ്യ പ്രതിരോധ കമ്മീഷണറായി നിയമിതനായത് ആൻഡ്രിയസ് കുബിലിയസ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ ആദ്യ പ്രതിരോധ കമ്മീഷണറായി നിയമിതനായത് ലിത്വാനിയക്കാരനായ ആൻഡ്രിയസ് കുബുലിയസ് ആണ്. അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് രംഗീൻ മച്ച്ലി. അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് രംഗീൻ മച്ച്ലി. 2024 സെപ്റ്റംബറിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി നിയമിതയായത് അതിഷി മാർലേനയാണ്. 2024 സെപ്റ്റംബറിൽ ഡൽഹി മുഖ്യമന്ത്രിയായി നിയമിതയായത് അതിഷി മർലീനയാണ്. നിലവിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ്. ഗോവയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ മലയാളിയാണ് അരവിന്ദ് കുമാർ എച്ച് നായർ. ഗോവയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ മലയാളിയാണ് അരവിന്ദ് കുമാർ എച്ച് നായർ. ICC ഇന്റർനാഷണൽ പാനൽ ഓഫ് അമ്പയേഴ്സിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ പാകിസ്ഥാൻ വനിതയാണ് സലീമ ഇംതിയാസ്. ICC ഇന്റർനാഷണൽ പാനൽ ഓഫ് അമ്പയേഴ്സിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ പാകിസ്ഥാൻ വനിതയാണ് സലീമ ഇംതിയാസ്. ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകൻ സന്തോഷ് കശ്യപ് ആണ്. ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനാണ് സന്തോഷ് കശ്യപ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് 2024 സെപ്റ്റംബർ 18-നാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് 2024 സെപ്റ്റംബർ 18-നാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറൽ അനുരാഗ് ഗാർഗ് ആണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് അനുരാഗ് ഗാർഗ്. ഇന്ത്യയും പപ്പുവ ന്യൂഗിനിയയും സഹകരിച്ച് നിർമ്മിക്കുന്ന ആദ്യ ചലച്ചിത്രമാണ് പപ്പ ബുക്ക. ഇന്ത്യയും പപ്പുവ ന്യൂഗിനിയയും സഹകരിച്ച് നിർമ്മിക്കുന്ന ആദ്യത്തെ ചലച്ചിത്രമാണ് പപ്പ ബുക്ക. ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡോക്ടർ ബിജു ആണ്. ഇന്ത്യയുടെ ശുക്ര ദൗത്യത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച തുക 1236 കോടി രൂപയാണ്. ഇന്ത്യയുടെ ശുക്ര ദൗത്യത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച തുക 1236 കോടി രൂപയാണ്. എന്റെ കേരളം എന്നും സുന്ദരം ക്യാമ്പയിൻ ആരംഭിച്ചത് കേരള ടൂറിസം വകുപ്പാണ്. എന്റെ കേരളം എന്നും സുന്ദരം എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചത് കേരള ടൂറിസം വകുപ്പാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട്ടിലെ ടൂറിസത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആരംഭിച്ച ക്യാമ്പയിനാണ് എന്റെ കേരളം എന്നും സുന്ദരം. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കൾ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആണ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കൾ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആണ്. 2014 ശേഷം എവിടെയാണ് 2024 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്? ജമ്മു കാശ്മീരിലാണ്. 2014 ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് 2024
2024 നടന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. 2014 ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് 2024 നടന്നത് ജമ്മു കാശ്മീരിലാണ്. പ്ലാസ്റ്റിക്കിൽ നിന്നും ബയോഡീസൽ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പേറ്റന്റ് ലഭിച്ച സ്ഥാപനം IIT ഭുവനേശ്വർ ആണ്. പ്ലാസ്റ്റിക്കിൽ നിന്നും ബയോഡീസൽ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പേറ്റന്റ് ലഭിച്ച സ്ഥാപനം IIT ഭുവനേശ്വർ ആണ്. ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശശി തരൂരിനെയാണ്. ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശശി തരൂർ. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 2024 A ബാച്ച് പള്ളിയോടങ്ങളുടെ വിഭാഗത്തിൽ ജേതാക്കളായത് കോയിപ്രം പള്ളിയോടമാണ്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 2024 A ബാച്ച് പള്ളിയോടങ്ങളുടെ വിഭാഗത്തിൽ ജേതാക്കളായത് കോയിപ്രം പള്ളിയോടമാണ്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 2024 B ബാച്ച് പള്ളിയോടങ്ങളുടെ വിഭാഗത്തിൽ ജേതാക്കളായത് കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടമാണ്. B ബാച്ച് പള്ളിയോടങ്ങളുടെ വിഭാഗത്തിൽ 2024 ആറന്മുള ഉത്രട്ടാതി ജലോത്സവ ജേതാക്കൾ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടമാണ്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 2024 A ബാച്ച് പള്ളിയോടങ്ങളുടെ വിഭാഗത്തിൽ ജേതാക്കൾ കോയിപ്രം പള്ളിയോടം. B ബാച്ച് പള്ളിയോടങ്ങളുടെ വിഭാഗത്തിൽ ജേതാക്കൾ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടമാണ്. ആറന്മുള ഉത്രട്ടാതി ജലമേള നടക്കുന്നത് പമ്പാ നദിയിലാണ്. അടുത്തിടെ പുതിയതായി കണ്ടെത്തിയ രക്തഗ്രൂപ്പാണ് മാൽ. അടുത്തിടെ പുതിയതായി കണ്ടെത്തിയ രക്തഗ്രൂപ്പാണ് മാൽ. ക്ഷീരമേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് 2024 സെപ്റ്റംബറിൽ ആരംഭിച്ച പദ്ധതിയാണ് ധവള വിപ്ലവം 2.0. ക്ഷീരമേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് 2024 സെപ്റ്റംബറിൽ ആരംഭിച്ച പദ്ധതിയാണ് ധവള വിപ്ലവം 2.0. ആരംഭിച്ചത് അമിത് ഷായാണ്. 2024 സെപ്റ്റംബറിൽ കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ച ജില്ല മലപ്പുറം ജില്ലയാണ്. 2024 സെപ്റ്റംബറിൽ കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ച ജില്ല മലപ്പുറം ജില്ലയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റ് മോഹന സിംഗ് ജിദർവാൾ ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ വനിതാ പൈലറ്റ് മോഹന സിംഗ് ജിദർവാൾ ആണ്. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ വനിതാ പൈലറ്റുമാരിൽ ഒരാളാണ് മോഹന സിംഗ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റ് മോഹന സിംഗ് ജിദർവാൾ ആണ്. സശസ്ത്ര സീമാ ബില്ലിന്റെ പുതിയ ഡയറക്ടർ ജനറൽ അമൃത് മോഹൻ പ്രസാദ് ആണ്. സശസ്ത്ര സീമാ ബില്ലിന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് അമൃത് മോഹൻ പ്രസാദ്. ബാങ്ക് ഓഫ് ബറോഡ പുറത്തിറക്കിയ AI റിലേഷൻഷിപ്പ് മാനേജർ ആണ് അദിതി. ബാങ്ക് ഓഫ് ബറോഡ പുറത്തിറക്കിയ AI റിലേഷൻഷിപ്പ് മാനേജർ ആണ് അദിതി. 2024 സെപ്റ്റംബർ 20 അന്തരിച്ച പ്രശസ്ത മലയാളി സിനിമാ താരമാണ് കവിയൂർ പൊന്നമ്മ. 2024 സെപ്റ്റംബർ 20 അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ താരം കവിയൂർ പൊന്നമ്മയാണ്. കവിയൂർ പൊന്നമ്മയുടെ ആദ്യ സിനിമയാണ് ശ്രീരാമ പട്ടാഭിഷേകം. കവിയൂർ പൊന്നമ്മയുടെ ആദ്യ സിനിമ ശ്രീരാമ പട്ടാഭിഷേകമാണ്. കവിയൂർ പൊന്നമ്മ അഭിനയിച്ച അവസാനത്തെ സിനിമയാണ് ആണും പെണ്ണും. 2024 സെപ്റ്റംബർ 20 അന്തരിച്ച പ്രശസ്ത മലയാള സിനിമ അഭിനേത്രി കവിയൂർ പൊന്നമ്മയുടെ ആദ്യ സിനിമയാണ് ശ്രീരാമ പട്ടാഭിഷേകം. അവസാന സിനിമ ആണും പെണ്ണും എന്ന ചിത്രമാണ്. 4 തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കവിയൂർ പൊന്നമ്മ. 1971, 1972, 1973, 1994 എന്നീ 4 വർഷങ്ങളിലാണ് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ളത്.
2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്ര ഗവേഷകനാണ് വേലായുധൻ പണിക്കശ്ശേരി. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്ര ഗവേഷകൻ വേലായുധൻ പണിക്കശ്ശേരിയാണ്. ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച പരാതികൾ പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം ആപ്ലിക്കേഷൻ. ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച പരാതികൾ പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം ആപ്ലിക്കേഷൻ. ഈ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത് തൃക്കാക്കര നഗരസഭയാണ്. അടുത്തിടെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ച് സ്ഫോടനങ്ങൾ ഉണ്ടായ രാജ്യം ലബനനാണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ച് സ്ഫോടനങ്ങൾ ഉണ്ടായ രാജ്യം ലബനനാണ്. സെപ്റ്റംബറിൽ പുറത്തുവിട്ട FSSAI റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. സെപ്റ്റംബറിൽ പുറത്തുവിട്ട FSSAI റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ച രാജ്യങ്ങൾക്കായി ഇന്ത്യ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഓപ്പറേഷൻ സദ്ഭാവന. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ച രാജ്യങ്ങൾക്കായി ഇന്ത്യ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഓപ്പറേഷൻ സദ്ഭാവന. കുസാറ്റിന്റെ വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ M. ജുനൈദ് ബുഷ്ടിയാണ്. കുസാറ്റിന്റെ വൈസ് ചാൻസലറാണ് ഡോക്ടർ M. ജുനൈദ് ബുഷ്ടി. ഫോർമുല 1 സിംഗപ്പൂർ ഗ്രാൻഡ് പ്രി 2024 ജേതാവ് ലാൻഡോ നോറിസ് ആണ്. ഫോർമുല 1 സിംഗപ്പൂർ ഗ്രാൻഡ് പ്രി 2024 ജേതാവ് ലാൻഡോ നോറിസ്. ഏറ്റവും വലിയ സ്ത്രീ കേന്ദ്രീകൃത പദ്ധതിയായ സുഭദ്ര ഏത് സംസ്ഥാനത്താണ് നരേന്ദ്രമോദി ആരംഭിച്ചത്? ഒഡീഷയിലാണ്. ഏറ്റവും വലിയ സ്ത്രീ കേന്ദ്രീകൃത പദ്ധതിയായ സുഭദ്ര ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചത്? ഒഡീഷയിലാണ്. UPയിലെയും ത്രിപുരയിലെയും മുഖ്യമന്ത്രിമാർ ഈയിടെ സംയുക്തമായി ഉദ്ഘാടനം ചെയ്ത ബർഗത്തിലെ സിദ്ധേശ്വരി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ത്രിപുരയിൽ. UPയിലെയും ത്രിപുരയിലെയും മുഖ്യമന്ത്രിമാർ ഈയിടെ സംയുക്തമായി ഉദ്ഘാടനം ചെയ്ത ബർഗത്തലിലെ സിദ്ധേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇടുക്കിയിൽ നിന്നുള്ള മുൻ ലോക്സഭാ അംഗമാണ് MM ലോറൻസ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഇടുക്കിയിൽ നിന്നുമുള്ള മുൻ ലോക്സഭാ അംഗമാണ് MM ലോറൻസ്. MM ലോറൻസിന്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. കുട്ടികളുടെ സുരക്ഷയ്ക്കായി സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റാഗ്രാം അവതരിപ്പിച്ച പുതിയ ഫീച്ചറാണ് ടീൻ അക്കൗണ്ട് ഫീച്ചർ. കുട്ടികളുടെ സുരക്ഷയ്ക്കായി സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റാഗ്രാം അവതരിപ്പിച്ച പുതിയ ഫീച്ചറാണ് ടീൻ അക്കൗണ്ട് ഫീച്ചർ. 2024 സെപ്റ്റംബറിലെ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് അനുസരിച്ച് GDP സംഭാവനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2024 സെപ്റ്റംബറിലെ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് അനുസരിച്ച് GDP സംഭാവനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പൂരാണ്. വേൾഡ് ഫുഡ് ഇന്ത്യ 2024 ആതിഥേയത്വം വഹിക്കുന്ന നഗരം ന്യൂഡൽഹിയാണ്. വേൾഡ് ഫുഡ് ഇന്ത്യ 2024 ആതിഥേയത്വം വഹിക്കുന്ന നഗരം ന്യൂഡൽഹി. 2024 ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ പിടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന മിനി ചന്ദ്രന്റെ പേരാണ് 2024 PTS. 2024 ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ പിടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന മിനി ചന്ദ്രന്റെ പേരാണ് 2024 PTS.
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി 2024 സെപ്റ്റംബറിൽ നിയമിതനായത് നിതിൻ മധുകർ ജാംദർ. 2024 സെപ്റ്റംബർ 18 ചന്ദ്രയാൻ 4 ദൗത്യത്തിനായി കേന്ദ്ര മന്ത്രിസഭ അനുവദിച്ചത് 2104 കോടി രൂപയാണ്. 2024 സെപ്റ്റംബർ 18 ചന്ദ്രയാൻ 4 ദൗത്യത്തിനായി കേന്ദ്ര മന്ത്രിസഭ അനുവദിച്ചത് 2104 കോടി രൂപയാണ്. 2024 ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിക്ക് വേദിയായത് USA വിൽമിംഗ്ടൺ ആണ്. 2024 ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിക്ക് വേദിയായത് USA വിൽമിംഗ്ടൺ. ഇന്ത്യയുടെ വീനസ് ഓർബിറ്റർ മിഷൻ ഏതു വർഷത്തോടെ വിക്ഷേപിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 2028 മാർച്ചോടുകൂടി. ഇന്ത്യയുടെ വീനസ് ഓർബിറ്റർ മിഷൻ 2028 മാർച്ചോടുകൂടി വിക്ഷേപിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 മിസ് യൂണിവേഴ്സ് ഇന്ത്യ റിയ സിൻഹയാണ്. 2024 മിസ് യൂണിവേഴ്സ് ഇന്ത്യ റിയ സിൻഹ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിമാന സർവീസ് നടത്തുന്ന കമ്പനി ഇൻഡിഗോയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിമാന സർവീസ് നടത്തുന്ന കമ്പനിയാണ് ഇൻഡിഗോ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂൾ ഏത് വർഷത്തോടെ വിക്ഷേപിക്കാനാണ് ISRO പദ്ധതിയിടുന്നത്? 2028 കൂടി. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂൾ ഏത് വർഷത്തോടെ വിക്ഷേപിക്കാനാണ് ISRO പദ്ധതിയിടുന്നത്? 2028. 2025 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുത്ത സിനിമ ലാപ്പത ലേഡീസ് എന്ന ചിത്രമാണ്. 2025 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുത്ത സിനിമയാണ് ലാപ്പത ലേഡീസ് എന്ന ഹിന്ദി ചിത്രം. ചിത്രം സംവിധാനം ചെയ്തത് കിരൺ റാവു ആണ്. ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ഷൂട്ടർ മനു ഭാക്കർ ആണ്. ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആണ് ഷൂട്ടർ മനു ഭാക്കർ. 2024 സെപ്റ്റംബറിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? സിക്കിമിലാണ്. 2024 സെപ്റ്റംബറിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേ സ്ഥാപിച്ചത് സിക്കിം സംസ്ഥാനത്തിലാണ്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റാണ് അനുര കുമാര ദിസനായകെ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയാണ്. ശ്രീലങ്കയുടെ 10ാമത്തെ പ്രസിഡന്റാണ് അനുര കുമാര ദിസനായകെ. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയാണ്. അനുര കുമാര ദിസനായകെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ജനതാ വിമുക്തി പെരമുന പാർട്ടിയാണ്. 2024 ഓണം ഫെയറുകളിൽ കുടുംബശ്രീ രജിസ്റ്റർ ചെയ്ത വിറ്റുവരവ് 28.47 കോടി രൂപയാണ്. 2024 ഓണം ഫെയറുകളിൽ നിന്ന് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്ത വിറ്റുവരവ് 28.47 കോടി രൂപയാണ്. 2024 14ാമത് സഞ്ജയൻ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ MGS നാരായണനാണ്. 2024 14ാമത് സഞ്ജയൻ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ MGS നാരായണനാണ്. 2024 14ാമത് സഞ്ജയൻ പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത ചരിത്ര പണ്ഡിതനായ ഡോക്ടർ MGS നാരായണനാണ്. കുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര പദ്ധതിയാണ് പോഷൻ അഭിയാൻ. കുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പോഷൻ അഭിയാൻ. 2024 VP സത്യൻ സ്മാരക പുരസ്കാര ജേതാവ് ആൻസി സോജനാണ്. 2024 VP സത്യൻ
സ്മാരക പുരസ്കാര ജേതാവ് ആൻസി സോജനാണ്. പി സത്യൻ സ്മാരക പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിതാ താരമാണ് ആൻസി സോജൻ. 2024 സെപ്റ്റംബർ 19 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത ത്രിദിന നാഡീ ഉത്സവം ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയുടെ നദികളുമായി ബന്ധപ്പെട്ടത്. 2024 സെപ്റ്റംബർ 19 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത ത്രിദിന നാഡീ ഉത്സവം ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയുടെ നദികൾ. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമയാണ് ഫുട്വെയർ. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുമുള്ള മൈക്രോ സിനിമയാണ് ഫുട്വെയർ എന്ന ചിത്രം. ചിത്രം സംവിധാനം ചെയ്തത് ചന്ദ്രു വെള്ളരിക്കുണ്ടാണ്. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമയാണ് ഫുട്വെയർ. ചിത്രം സംവിധാനം ചെയ്തത് ചന്ദ്രു വെള്ളരിക്കുണ്ടാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോയാണ്. അടുത്തിടെ നാഗാലാൻഡിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചിയാണ് കുർക്കുമ ഉങ്മെൻസിസ്. അടുത്തിടെ നാഗാലാൻഡിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചിയാണ് കുർക്കുമ ഉങ്മെൻസിസ്. 10 ടെസ്റ്റുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമെന്ന സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡ് തകർത്തത് യശസ്വി ജയ്സ്വാൾ ആണ്. 10 ടെസ്റ്റ് മത്സരങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമെന്ന സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡ് തകർത്തത് യശസ്വി ജയ്സ്വാൾ ആണ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാറാണ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാറാണ്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഹരിണി അമരസൂര്യയാണ്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയാണ്. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാകുന്ന 3ാമത്തെ വനിതയാണ് ഹരിണി അമരസൂര്യ. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയാണ്. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാകുന്ന 3ാമത്തെ വനിതയാണ് ഹരിണി അമരസൂര്യ. മറ്റ് 2 വനിതകൾ സിരിമാവോ ബന്ദാര നായികെ, ചന്ദ്രിക കുമാരതുംഗെ എന്നിവരാണ്. കേരളത്തിൽ സ്ഥിരീകരിച്ച എംപോക്സ് വകഭേദമാണ് ക്ലേഡ് 1B. കേരളത്തിൽ സ്ഥിരീകരിച്ച എംപോക്സ് വകഭേദമാണ് ക്ലേഡ് 1B. കേരളത്തിൽ ആദ്യമായിട്ട് എംപോക്സ് സ്ഥിരീകരിച്ചത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. സംസ്ഥാനത്തുടനീളം കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ന്യൂജൻ ജിമ്മുകൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഫിറ്റ്നസ് ബോക്സ്. സംസ്ഥാനത്തുടനീളം കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ന്യൂജൻ ജിമ്മുകൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഫിറ്റ്നസ് ബോക്സ്. 2024 നടന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഇന്ത്യയാണ്. 2024 നടന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡൽ നേടുന്നത്. ഓപ്പൺ വിഭാഗത്തിലെ ഇന്ത്യൻ ടീമിലെ അംഗങ്ങളായിരുന്നത് ഡി ഗുകേഷ്, ആർ പ്രജ്ഞാനന്ദ, അർജുൻ എറിഗേസി, വിദിത് ഗുജറാത്തി, പി ഹരികൃഷ്ണ എന്നിവരാണ്. ഓപ്പൺ വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ ഡി ഗുകേഷും അർജുൻ എരിഗേസിയും. വനിതാ വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ വന്തിക അഗർവാളും ദിവ്യ ദേശ്മുഖുമാണ്. 2024 നടന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഇന്ത്യയാണ്. 2024 45ാമത് ചെസ് ഒളിമ്പ്യാഡിന് വേദിയായത് ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ്. 2024 സെപ്റ്റംബറിൽ ഐസ്ലാൻഡിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആർ രവീന്ദ്രയാണ്. 2024 സെപ്റ്റംബറിൽ ഐസ്ലാൻഡിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആർ രവീന്ദ്രയാണ്. പ്രണയകാലം എന്ന കഥാസമാഹാരം രചിച്ചത് സി വി ബാലകൃഷ്ണനാണ്. പ്രണയകാലം
എന്ന കഥാസമാഹാരം രചിച്ചത് CV ബാലകൃഷ്ണനാണ്. കലൈഞ്ജർ കലാപുരസ്കാരം 2024 ജേതാക്കൾ P. സുശീലയും മുഹമ്മദ് മേത്തയുമാണ്. കലൈഞ്ജർ കലാപുരസ്കാരം 2024 ജേതാക്കൾ ഗായിക P. സുശീലയും കവി മുഹമ്മദ് മേത്തയുമാണ്. തമിഴ്നാട് സർക്കാരാണ് കലൈഞ്ജർ പുരസ്കാരം നൽകുന്നത്. ഓഷ്യൻ 2024 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ റഷ്യയും ചൈനയുമാണ്. ഓഷ്യൻ 2024 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ റഷ്യയും ചൈനയുമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ഡ്രൈവർ ഇല്ല മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഡൽഹിയിലാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നിർമ്മിച്ച ആദ്യത്തെ ഡ്രൈവർ ഇല്ല മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഡൽഹിയിലാണ്. കേരള ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനായത് അമയ് ഖുറാസിയയാണ്. കേരള ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനായത് അമയ് ഖുറാസിയ. 2024 നടന്ന ICC വനിതാ 2020 ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമാണ് വാട്ട് എവർ ഇറ്റ് ടേക്സ്. 2024 നടന്ന വനിതാ 2020 ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമാണ് വാട്ട് എവർ ഇറ്റ് ടേക്സ്. 2024 ICCയുടെ വനിതാ 2020 ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് UAE ആണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ നഗരം നെതർലൻഡിലെ ഹേഗ് ആണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ച ലോകത്തിലെ ആദ്യ നഗരമാണ് ഹേഗ്. വയോജനങ്ങളുടെ അവസ്ഥ തിരിച്ചറിയാൻ ഏജ് എംപതി സ്യൂട്ട് തയ്യാറാക്കിയത് IIT മുംബൈ ആണ്. വയോജനങ്ങളുടെ അവസ്ഥ അനുഭവിച്ചറിയാൻ ഏജ് എംപതി സ്യൂട്ട് തയ്യാറാക്കിയത് IIT ബോംബെ. വയോജനങ്ങളുടെ അവസ്ഥ അനുഭവിച്ചറിയാൻ ഏജ് എംപതി സ്യൂട്ട് തയ്യാറാക്കിയത് IIT ബോംബെ. ഇന്ത്യയിൽ ആദ്യമായി ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. ആംബുലൻസുകളുടെ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 വിഭാഗങ്ങളായി തിരിച്ചാണ് താരിഫ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫ്രാൻസിൽ നിന്നും 2025 ഓസ്കാർ അവാർഡിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഫ്രാൻസിൽ നിന്നും 2025 ഓസ്കാർ അവാർഡിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 2023-24 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനം ഗോവയാണ്. 2023-24 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനം ഗോവയാണ്. 2ാം സ്ഥാനത്ത് കേരളവും 3ാം സ്ഥാനത്ത് നാഗാലാൻഡുമാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒരു കായിക ഇനം നിശ്ചയിച്ച് അതിനാവശ്യമായ കായിക ഉപകരണങ്ങൾ നൽകി സ്കൂളുകളെ കായിക മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഒരു സ്കൂൾ ഒരു ഗെയിം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒരു കായിക ഇനം നിശ്ചയിച്ച് അതിനാവശ്യമായ കായിക ഉപകരണങ്ങൾ നൽകി സ്കൂളുകളെ കായിക മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഒരു സ്കൂൾ ഒരു ഗെയിം. കേരള വിദ്യാഭ്യാസ വകുപ്പും കേരള കായിക വകുപ്പും സംയുക്തമായിട്ടാണ് ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കുന്നത്. 2024 സെപ്റ്റംബർ 20 അന്തരിച്ച മലയാള സിനിമാ താരം കവിയൂർ പൊന്നമ്മയുടെ ആദ്യ സിനിമയാണ് ശ്രീരാമ പട്ടാഭിഷേകം. അവസാന സിനിമ ആണും പെണ്ണും എന്ന ചിത്രമാണ്. സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. സോലാപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. വ്യോമസേന ഉപമേധാവിയായി നിയമിതനായത് സുജീത് പുഷ്പകർ ദർക്കർ ആണ്. പുതിയ വ്യോമസേന ഉപമേധാവിയാണ് SP ദർക്കർ അഥവാ സുജീത് പുഷ്പകർ ദർക്കർ. ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് കേന്ദ്രത്തിന് അനുമതി നൽകിയ
വിവര സാങ്കേതിക ഭേദഗതി നിയമം 2023 ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിമർശിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് കേന്ദ്രത്തിന് അനുമതി നൽകിയ വിവര സാങ്കേതിക ഭേദഗതി നിയമം 2023 ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിമർശിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. കാലാവസ്ഥാ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളാണ് അർക്ക, അരുണിമ എന്നിവ. കാലാവസ്ഥാ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളാണ് അർക്കയും അരുണിമയും. ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവിയാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് പരം രുദ്ര. സൂപ്പർ കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് പരം രുദ്ര. ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് കീഴിലാണ് പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ചത്. സംസ്ഥാന ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി തിരുവനന്തപുരമാണ്. സംസ്ഥാന ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് 2024 വേദിയായത് തിരുവനന്തപുരമാണ്. ലോക ടൂറിസം ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 27 ആണ്. ലോക ടൂറിസം ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 27 ആണ്. 2024 ലോക ടൂറിസം ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ജോർജിയയാണ്. 2024 ലോക ടൂറിസം ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ജോർജിയ. 2024 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം ടൂറിസം ആൻഡ് പീസ് എന്നതാണ്. 2024 ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം ടൂറിസം ആൻഡ് പീസ് എന്നതാണ്. അരുന്ധതി റോയിയുടെ ആദ്യത്തെ ഓർമ്മക്കുറിപ്പാണ് മദർ മേരി കംസ് ടു മീ. അരുന്ധതി റോയിയുടെ ആദ്യത്തെ ഓർമ്മക്കുറിപ്പാണ് മദർ മേരി കംസ് ടു മീ. ടെക്നോളജി കമ്പനിയായ മെറ്റ പുറത്തിറക്കിയ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസ് ആണ് ഓറിയോൺ. ടെക്നോളജി കമ്പനിയായ മെറ്റ പുറത്തിറക്കിയ ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസ് ആണ് ഓറിയോൺ. കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർപേഴ്സൺ ആയി നിയമിതനായത് ഡോക്ടർ വി വേണു ആണ്. കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർപേഴ്സൺ ആയി നിയമിതനായത് ഡോക്ടർ വി വേണു. 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാനാണ്. 2024 നടന്ന കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമായിരുന്നത് തക്കുടു എന്ന അണ്ണാനാണ്. 2024 കേരള സംസ്ഥാന കായികമേളയ്ക്ക് വേദിയായ ജില്ല എറണാകുളം ജില്ലയാണ്. കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് 2024 വേദിയായത് എറണാകുളം ജില്ലയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവി അലോക് രഞ്ജൻ ആണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവി അലോക് രഞ്ജൻ. അന്ത്യോദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 25 ആണ്. അന്ത്യോദയ ദിനം സെപ്റ്റംബർ 25. അടുത്തിടെ ദലൈലാമയുടെ പേര് നൽകിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. അടുത്തിടെ ദലൈലാമയുടെ പേര് നൽകിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. സാങ്യാങ് ഗ്യാറ്റ്സോ എന്ന പേരിലാണ് കൊടുമുടി അറിയപ്പെടുക. അടുത്തിടെ ദലൈലാമയുടെ പേര് നൽകിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. സാങ്യാങ് ഗ്യാറ്റ്സോ എന്ന പേരിലാണ് കൊടുമുടി അറിയപ്പെടുക. ടിബറ്റിലെ 6ാമത്തെ ദലൈലാമയാണ് സാങ്യാങ് ഗ്യാറ്റ്സോ. ആഗോളതാപനം തടയുന്നതിനായി നോർവേ ആരംഭിച്ച പദ്ധതിയാണ് നോർത്തേൺ ലൈറ്റ്സ്. ആഗോളതാപനം തടയുന്നതിനായി നോർവേ ആരംഭിച്ച പദ്ധതിയാണ് നോർത്തേൺ ലൈറ്റ്സ്. 2024 വനിതാ 2020 ലോകകപ്പിന് വേദിയായത് UAE ആണ്. 2024 വനിതാ 2020 ലോകകപ്പിന് വേദിയായത് UAE. ഏഷ്യ പവർ ഇൻഡെക്സ് 2024 1ാം സ്ഥാനത്തുള്ള രാജ്യം USA ആണ്.
ഏഷ്യ പവർ ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം USA ആണ്. ഏഷ്യ പസഫിക് മേഖലയിലുള്ള 27 രാജ്യങ്ങളെയാണ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏഷ്യ പവർ ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം USA, രണ്ടാം സ്ഥാനത്ത് ചൈനയും മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ കളിച്ച ആദ്യ മലയാളി ബാസിൽ ഹമീദാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ കളിച്ച ആദ്യ മലയാളിയാണ് ബാസിൽ ഹമീദ്. ബാസിൽ ഹമീദ് UAE ടീമിനെ പ്രതിനിധീകരിച്ചാണ് മത്സരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ കളിച്ച ആദ്യ മലയാളിയാണ് ബാസിൽ ഹമീദ്. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഉത്തർപ്രദേശ് ആസ്ഥാനമായ വിമാന കമ്പനിയാണ് ഷങ്ക് എയർ. 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഉത്തർപ്രദേശ് ആസ്ഥാനമായ വിമാന കമ്പനിയാണ് ഷങ്ക് എയർ. 2023-24 വിളവെടുപ്പ് വർഷത്തിലെ ഇന്ത്യയിലെ ആകെ ഭക്ഷ്യധാന്യ ഉൽപാദനം 33.22 കോടി ടണ്ണാണ്. 2023-24 വിളവെടുപ്പ് വർഷത്തിലെ ഇന്ത്യയിലെ ആകെ ഭക്ഷ്യധാന്യ ഉൽപാദനം 33.22 കോടി ടണ്ണാണ്. തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനാണ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ജർമ്മൻ എഴുത്തുകാരിയാണ് സിൽവിയ ബ്രിഗിറ്റെ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ജർമ്മൻ എഴുത്തുകാരിയാണ് സിൽവിയ ബ്രിഗിറ്റെ. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 29 ആണ്. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 29 ആണ്. 2024 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നതാണ്. 2024 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നതാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് MV ശ്രേയാംസ് കുമാർ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം സുനിൽ ഛേത്രിയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം സുനിൽ ഛേത്രിയാണ്. ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയെ വധിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ന്യൂ ഓർഡർ. ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയെ വധിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ന്യൂ ഓർഡർ. സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് 2024 സെപ്റ്റംബറിൽ CPIMന്റെ ഏകോപന ചുമതല നൽകിയത് പ്രകാശ് കാരാട്ടിനാണ്. സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് 2024 സെപ്റ്റംബറിൽ CPIMന്റെ ഏകോപന ചുമതല നൽകിയത് പ്രകാശ് കാരാട്ടിനാണ്. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടനാണ്. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടൻ. സെപ്റ്റംബറിൽ ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദേശീയ ക്രിക്കറ്റ് അക്കാദമി ഇനി മുതൽ അറിയപ്പെടുന്നത് BCCI സെന്റർ ഫോർ എക്സലൻസ് എന്നാണ്. 2024 സെപ്റ്റംബറിൽ ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദേശീയ ക്രിക്കറ്റ് അക്കാദമി ഇനി മുതൽ അറിയപ്പെടുന്നത് BCCI സെന്റർ ഫോർ എക്സലൻസ് എന്ന പേരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം നിലവിൽ വന്നത് കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം നിലവിൽ വന്നത് കണ്ണൂരാണ്. കടലിലും ശുദ്ധജലത്തിലും കരയിലുമായി കഴിയുന്ന ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കൂർമ ആപ്പ്. കടലിലും ശുദ്ധജലത്തിലും കരയിലുമായി കഴിയുന്ന ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കൂർമ ആപ്പ്. തിരുവനന്തപുരം പട്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള
2023 സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് വട്ടപ്പറമ്പിൽ പീതാംബരനാണ്. തിരുവനന്തപുരം പട്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള 2023 സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് വട്ടപ്പറമ്പിൽ പീതാംബരൻ. ജപ്പാന്റെ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയാണ്. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ. അർബൻ ഗവേണൻസ് ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളമാണ്. അർബൻ ഗവേണൻസ് ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളമാണ്. രണ്ടാം സ്ഥാനത്ത് ഒഡീഷയും മൂന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ്. ഏറ്റവും അവസാന സ്ഥാനത്ത് നാഗാലാൻഡുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമാണ് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമാണ് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം 2022 ജേതാവ് മിഥുൻ ചക്രവർത്തിയാണ്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം 2022 ജേതാവ് മിഥുൻ ചക്രവർത്തി. 2021 ജേതാവ് വഹീദ റഹ്മാനാണ്. 2021 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് വഹീദ റഹ്മാൻ. 2022 ദാദാ ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തിയാണ്.